ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ കേന്ദ്ര സഹകരണ രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഭാരത് ലജ്ന ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ BLM. ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റിക്ക് കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി 115 പരം ബ്രാഞ്ചുകളുണ്ട്. 2002 പാർലമെന്റിൽ പാസാക്കിയ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം 2006 BLM പ്രവർത്തനം ആരംഭിക്കുന്നത്. സംസ്ഥാനത്തിനകത്തു മാത്രം പ്രവർത്തന പരിധിയുള്ള കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സഹകരണ രജിസ്ട്രാർ രജിസ്ട്രേഷൻ നൽകി നിയന്ത്രിക്കുമ്പോൾ BLM ഹൗസിംഗ് സൊസൈറ്റിയെ കേന്ദ്ര സഹകരണ രജിസ്ട്രാറാണ് രജിസ്ട്രേഷൻ നൽകി നിയന്ത്രിക്കുന്നത്. BLMന്റെ പ്രവർത്തന പരിധി വിശാലമാണ്. സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. കേരളത്തിലും പുറത്തുമായി 20ലധികം ഹൗസിംഗ് പ്രൊജക്ടുകളാണ് BLMന് സ്വന്തമായുള്ളത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 2000 ഏക്കറോളം ഭൂമിയാണ് BLMന് സ്വന്തമായുള്ളത്. കൂടാതെ മാഹി, തളിപ്പറമ്പ്, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, പന്തല്ലൂർ, ഗൂഡല്ലൂർ, തൃശൂർ തുടങ്ങി 10ഓളം ബ്രാഞ്ചുകൾ സ്വന്തം കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സെൻട്രൽ രജിസ്ട്രാറിന്റെ അനുമതിയെ തുടർന്ന് ഹൗസിംഗ്, ലാൻഡ് ഡെവലപ്മെന്റ് എന്നിവ കൂടാതെ 20ലധികം സ്ഥാപനങ്ങൾ നടത്താൻ BLM സൊസൈറ്റിക്ക് നിയമപരമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ആന്ധ്ര, പാലക്കാട്, കഞ്ചിക്കോട് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിർമ്മിക്കുന്ന വിഷ്ണുചക്ര, BLM സിമന്റ്സ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സിമന്റുകൾ BLMന്റെ സ്വന്തമാണ്. കേരള ഗവൺമെന്റുമായുള്ള കരാറിനെ തുടർന്ന് സപ്ലൈകോയിലേക്ക് വർഷങ്ങളായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നത് BLM സൊസൈറ്റിയാണ്. കൂടാതെ BLM ബസാറുകൾ വഴിയും സാധാരണക്കാർക്ക് ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുന്നു. ഒപ്പം കൊപ്ര സപ്ലൈയിലേക്കും BLM കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ ആരംഭിച്ച BLM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരു ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനമാണ്. മെമ്പർമാർക്കായി ആകർഷകമായ സ്കീമുകളാണ് ഇവിടെയുള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ BLM കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന സ്ഥാപനം ആരംഭിച്ചതോടെ BLM വിദ്യാഭ്യാസ മേഖലയിലേക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നിരവധി സ്റ്റാർ ഹോട്ടലുകൾ BLMന് സ്വന്തമായുണ്ട്. ഇന്ത്യയിലെ പ്രശസ്തമായ YBM ഗ്രൂപ്പുമായി ചേർന്ന് 100ഓളം സ്ലീപ്പർ ബസ്സുകൾ പുറത്തിറക്കിക്കൊണ്ട് BLM ട്രാവലിംഗ് രംഗത്തും ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. കൊച്ചി, കാക്കനാട് 6 ലക്ഷം സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ചു കിടക്കുന്ന IT പാർക്ക് BLMന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. തൃശൂരിന്റെ അഭിമാനമായ രാഗം തിയേറ്റർ സ്വന്തമാക്കിക്കൊണ്ട് BLM വിനോദ മേഖലയിലേക്കും കടന്നിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് 30 ഏക്കറിൽ 1 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ പൂർത്തിയാകുന്ന മലബാറിലെ ഏറ്റവും വലിയ ക്യാൻസർ സെന്റർ BLM സൊസൈറ്റിയുടെ ആതുര ശുശ്രൂഷ മേഖലയിലേക്കുള്ള മികച്ച കാൽവെപ്പാകും. മഹാശങ്ക് എനർജി മാലിന്യമുക്ത പരിസ്ഥിതി എന്ന ലക്ഷ്യത്തോടെ സർക്കാരുകളുമായി സഹകരിച്ച് BLM നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബയോഗ്യാസ് പ്ലാന്റും BLMന് സ്വന്തമാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ 50 ലക്ഷം ഷെയറുകൾ സ്വന്തമാക്കി BLMന്റെ വെന്നിക്കൊടി നീലവാനിലും പാറി കളിക്കുകയാണ്. അതെ, ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ പകച്ചു പോകുന്നതിന് പകരം മുൻപോട്ട് നടക്കാൻ ഒരു വ്യക്തി കാണിച്ച ധൈര്യം. അതാണ് നമുക്ക് മുൻപിൽ കാണുന്ന ഈ മഹാപ്രസ്ഥാനവും അതിന്റെ അമരക്കാരനായ നമ്മുടെ ആദരണീയനായ ചെയർമാനും. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ തന്റെ സ്വപ്നം ഇന്ന് ദക്ഷിണേന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അവസാന വാക്കായി മാറിയിട്ടുണ്ടെങ്കിൽ അത് R. പ്രേംകുമാർ എന്ന നമ്മുടെ ചെയർമാന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലം മാത്രമാണ്. Welcome to the brand new episode of BLM Times. BLM Timesന്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 34 പ്രൊജക്ടുകളെ കുറിച്ചാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്.
കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലായിട്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ട്സ്, വില്ലകൾക്ക് അനുയോജ്യമായ പ്ലോട്ട്സ് എന്നിവയെല്ലാം പ്രൊവൈഡ് ചെയ്തു വരികയാണ് BLM. നമ്മളെല്ലാവരും ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു വില്ല ചൂസ് ചെയ്യുമ്പോഴോ നമ്മുടെ വെരി ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയോ ടെമ്പിളോ മോസ്കോ ചർച്ചോ എന്നിവയൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അല്ലേ. BLMന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരുടെ ഓരോ പ്രൊജക്റ്റുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രൊജക്റ്റുകളിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്ന് തന്നെ തുടങ്ങാം. സപ്തഭാഷ സംഗമഭൂമിയായ കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ബന്ദടുക്ക ടൗണിൽ നിന്നും ഏകദേശം 800 മീറ്റർ അകലെ വില്ലരം വയൽ എന്ന സ്ഥലത്ത് 48.38 സെന്റ് സ്ഥലം ലോ ബഡ്ജറ്റ് വില്ലകൾക്ക് അനുയോജ്യമായ പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ കൈവശാവകാശവും BLMന് സ്വന്തമാണ്. ഇനി നമുക്ക് തെയ്യങ്ങളുടെ നാടായ കണ്ണൂരിലേക്ക് പോകാം. പയ്യന്നൂർ ബ്രാഞ്ചിന് കീഴിലായി പാണപ്പുഴ പഞ്ചായത്തിലെ കുമ്പളപ്പാറ റൂട്ടിൽ 49.5 സെന്റ് സ്ഥലം വില്ലകൾക്ക് അനുയോജ്യമാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും ജസ്റ്റ് 1 കിലോമീറ്റർ അകലെയാണ്. ഇനി നമുക്ക് കണ്ണൂർ ജില്ലയിലെ അടുത്ത ബ്രാഞ്ചായ തളിപ്പറമ്പിലേക്ക് പോകാം. തളിപ്പറമ്പിന് കീഴിലായി 9.13 സെന്റ് സ്ഥലം കൊമേഴ്ഷ്യൽ പ്ലോട്ടായി ഏറ്റെടുത്തിരിക്കുന്നു. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേക്ക് സമീപമായി തന്നെയാണ്. ഇതോടൊപ്പം കീഴാറ്റൂർ റോഡ് മണിയൻകാവിൽ 5400 സ്ക്വയർ ഫീറ്റിൽ കൊമേഴ്ഷ്യൽ ബിൽഡിംഗും സ്ഥിതി ചെയ്യുന്നു. കൂടാതെ കരിപ്പൂർ പുളിയംപറമ്പ് എന്ന സ്ഥലത്ത് 1 ഏക്കർ 2 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിന് വേണ്ടി സൊസൈറ്റി ഏറ്റെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്ത് ടൗണിൽ നിന്നും 800 മീറ്റർ അകലെയായി 95 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിനായി സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിനും IMC ഹോസ്പിറ്റലിനും സമീപത്തായാണ്. കണ്ണൂർ ജില്ലയിലെ മറ്റൊരു ബ്രാഞ്ച് ആയിട്ടുള്ള കൂത്തുപറമ്പ് ബ്രാഞ്ചിലെ പൂക്കോട് ടൗണിൽ നിന്നും തൃക്കണ്ണപുരം LP സ്കൂളിനടുത്ത് 33.7 സെന്റ് സ്ഥലം 13 BLM ഓർക്കിഡ് എന്ന പേരിൽ വില്ല പ്രൊജക്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 1750 മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകൾ ഇവിടെ ലഭ്യമാണ്. അടുത്തതായി പഴശ്ശിയുടെ വീരചരിത്രമുറങ്ങുന്ന വയനാട് ജില്ലയിലേക്ക് പോകാം. വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്രാഞ്ചിന് കീഴിലായി 49 സെന്റ് സ്ഥലം മാനന്തവാടി ടൗണിൽ നിന്നും തലശ്ശേരി റോഡ് കാഞ്ചി കാമാക്ഷി കോവിലിന് മുൻവശത്തായി സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്. വയനാട് ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന ബ്രാഞ്ചാണ് സുൽത്താൻ ബത്തേരി ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന് കീഴിലായി ഒരു BLM ടവറും ലജ്ന മൗണ്ട് എന്ന ഒരു ജില്ലാ പ്രൊജക്ടും അതേപോലെ തന്നെ മൂലങ്കാവിൽ 2 ഏക്കർ സ്ഥലവും സ്വന്തമായുണ്ട്. BLM ടവർ സ്ഥിതി ചെയ്യുന്നത് ബത്തേരി പോലീസ് സ്റ്റേഷൻ റോഡിൽ 5329 സ്ക്വയർ ഫീറ്റിൽ 3 നില ബിൽഡിംഗിലായാണ്. അതിൽ തന്നെയാണ് ബ്രാഞ്ചും പ്രവർത്തിക്കുന്നത്. ഈ ബ്രാഞ്ചിന് കീഴിലായി 2 ഏക്കർ സ്ഥലത്ത് ലജ്ന മൗണ്ട് എന്നൊരു വില്ല പ്രൊജക്ട് പൂർത്തീകരിച്ചു വരുന്നുണ്ട്. 7 സെന്റ് ലാൻഡിൽ 1500 സ്ക്വയർ ഫീറ്റ് മുതൽ 2000 സ്ക്വയർ ഫീറ്റ് വരെ വില്ലാസുമുണ്ട്. ഇതിന്റെ ബുക്കിംഗും വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. ഈ ബ്രാഞ്ചിന് കീഴിലായി മൂലങ്കാവ് തേലമ്പറ്റ റോഡിൽ മൂലങ്കാവ് ടൗണിൽ നിന്നും ജസ്റ്റ് 500 മീറ്റർ അകലത്തിലായി 2 ഏക്കർ 10 സെന്റ് സ്ഥലം സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്. ഈ പ്രോപ്പർട്ടിക്ക് അടുത്തായി തന്നെയാണ് പ്രസിദ്ധമായ ഗ്രീൻ ഹിൽസ് സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൽവയുടെ മധുരമുള്ള കോഴിക്കോട് ജില്ലയിലേക്ക് പോകാം. കോഴിക്കോട് റീജിയണൽ ഓഫീസിന് കീഴിലായി കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ കാക്കൂർ അമ്പലപ്പാട് എന്ന സ്ഥലത്ത് 5 ഏക്കർ 24 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിന് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ ബ്രാഞ്ചിന് കീഴിലായി നടുവണ്ണൂർ കൂട്ടാലിയുടെ റോഡിൽ കോട്ടൂർ എന്ന സ്ഥലത്ത് 28 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. BLMന്റെ ചരിത്രത്തിലാദ്യമായി ബ്രാഞ്ച് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രൊജക്ട് ലോഞ്ചിംഗ് സെറിമണി നടന്നതും ഈ പ്രദേശത്ത് തന്നെയാണ്. ഈ പ്രോപ്പർട്ടി വരുന്നത് കോട്ടൂർ ടൗണിൽ നിന്നും ജസ്റ്റ് 300 മീറ്റർ അകലെയാണ്. കൂടാതെ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്ന സ്ഥലത്ത് ഫാഷൻ ഹോംസ് എന്ന പേരിൽ ഒരു പുതിയ വില്ല പ്രൊജക്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 1208 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന വില്ലയ്ക്ക് 45 ലക്ഷം രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. കുറ്റ്യാടി വടകര റോഡിൽ നിന്നും 200 മീറ്റർ അകലത്തിലായും കുറ്റ്യാടി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിലുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കലാസികളുടെ നാട്, എഴുത്തച്ഛന്റെ ജന്മം കൊണ്ട് ധന്യമായ നാട്. അതെ, ഇനി നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ ചുങ്കത്തറ ബ്രാഞ്ചിന് കീഴിലായി കുന്നത്ത് എന്ന സ്ഥലത്ത് മാർത്തോമ കോളേജിന് അടുത്തായി 48.8 സെന്റ് സ്ഥലമുണ്ട്. ഇവിടെ ലോ ബഡ്ജറ്റ് വില്ലകളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ ആദ്യ ബ്രാഞ്ചായ മഞ്ചേരി ബ്രാഞ്ചിൽ
മാപ്പിൾ ഹോംസ് എന്ന പേരിൽ ഒരു പുതിയ വില്ല പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറം പാണ്ടിക്കാട് ബൈപ്പാസിൽ കവളങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് മഞ്ചേരി ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 12 വില്ലാസാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 6 വില്ലകളുടെ വർക്ക് അവസാന ഘട്ടത്തിലാണ്. 6 വില്ലാസ് 6 സെന്റ് സ്ഥലത്ത് 1290 സ്ക്വയർ ഫീറ്റിൽ 3 BH-ലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ദേശിക്കുന്ന വില 45 ലക്ഷം രൂപ. പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മഞ്ചേരി നോബിൾ സ്കൂളിനും ഹിലാജ് ഹോസ്പിറ്റലിനും അടുത്തായിട്ടാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ പെരിന്തൽമണ്ണ ബ്രാഞ്ചിന് കീഴിലായി 1 ഏക്കർ 40 സെന്റ് സ്ഥലം. പെരിന്തൽമണ്ണ ചെർപ്പുളശ്ശേരി റൂട്ടിൽ തണ്ണീർപന്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും 100 മീറ്റർ അകലത്തിലായി PTM കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വില്ലാസ് 5.5 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വില്ലാസ് 48 ലക്ഷം രൂപ മുതൽ ആരംഭിക്കുന്നു. മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ബ്രാഞ്ചിന് കീഴിലായി എടപ്പാൾ ടൗണിൽ നിന്നും 3 കിലോമീറ്റർ അകലത്തിൽ, പട്ടാമ്പി പാലക്കാട് റോഡിൽ നിന്നും 1 കിലോമീറ്റർ അകലത്തിലും സൗത്ര എന്ന് പറയുന്ന സ്ഥലത്ത് സൗത്ര വിദ്യാനികേതൻ സ്കൂളിനടുത്തായി 82.5 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിനു വേണ്ടി സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്. അടുത്തതായി കരിമ്പനകളുടെ നാടായ പാലക്കാട് ജില്ലയിലേക്ക് പോകാം. പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വടക്കാഞ്ചേരി ബ്രാഞ്ചിന് കീഴിലായി 250 മീറ്റർ അകലെ ഹോട്ടൽ ഡയാനയുടെ അടുത്തായി BLM സൊസൈറ്റിയുടെ 1 ഏക്കർ 45 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിനായി തയ്യാറായിരിക്കുന്നു. നിലവിൽ പാലക്കാട് ബ്രാഞ്ചിന് കീഴിലായി 2 വില്ല പ്രൊജക്ടുകളാണുള്ളത്. ഒന്ന്, പാലക്കാട് സേലം കൊച്ചി ഹൈവേയിൽ 200 മീറ്റർ അകലെയായി കൊടുമ്പ് പഞ്ചായത്ത് കൂട്ടുപാത ജംഗ്ഷനിൽ പാലാട്രീ ഗാർഡൻ എന്ന പേരിൽ 18 വില്ലാസ്. 3 BHK 4 BHK 1470 സ്ക്വയർ ഫീറ്റ് മുതൽ 1822 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലകളുണ്ട്. 56 ലക്ഷം രൂപ മുതലാണ് ഇതിന്റെ വില ആരംഭിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മുളയങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രാഞ്ചിന് കീഴിലായി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനടുത്തായും മുളയങ്കാവ് ടൗണിൽ നിന്നും 200 മീറ്റർ അകലത്തിലായി 84 സെന്റ് സ്ഥലം സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്. തൊട്ടടുത്തായി SM കൺവെൻഷൻ സെന്റർ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ് എന്നിവയെല്ലാം 200 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശൂരിലേക്ക് പോകാം. തൃശൂർ ബ്രാഞ്ചിന്റെ കീഴിലായി പുറഞ്ഞാട്ടുകര ആശ്രമം റോഡിൽ 65 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിനു വേണ്ടി സൊസൈറ്റി വാങ്ങിയിട്ടുണ്ട്. തൃശൂർ ജില്ലയുടെ ചാലക്കുടി ബ്രാഞ്ചിന് കീഴിലായി കൊടകര വസുപുരം എന്ന സ്ഥലത്ത് 24.5 സെന്റ് സ്ഥലം സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്. ഇത് അറിയപ്പെടുന്നത് മഹിമ പ്രൊജക്ട് എന്ന പേരിലാണ്. ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയ 1200 സ്ക്വയർ ഫീറ്റ്, 1685 സ്ക്വയർ ഫീറ്റ്, 1819 സ്ക്വയർ ഫീറ്റ് വീടുകൾ 49 ലക്ഷം മുതലാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ടൗണിൽ നിന്നും 200 മീറ്റർ അകലത്തിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത്. ചാലക്കുടി ബ്രാഞ്ചിന് കീഴിലായി മാള അഷ്ടമിച്ചിറയിൽ 5 ഏക്കർ സ്ഥലത്തിനു വേണ്ടി സൊസൈറ്റി അഡ്വാൻസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിന് കീഴിലായി ഇരിങ്ങാലക്കുട ടൗണിൽ നിന്നും 1.5 കിലോമീറ്റർ അകലത്തിൽ നടവരമ്പ് എന്ന സ്ഥലത്ത് വെള്ളൂക്കര പഞ്ചായത്തിൽ 92.35 സെന്റ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുണ്ട്. ഈ പ്രൊജക്ട് അറിയപ്പെടുന്നത് BLM ലെഗസി ഹോംസ് എന്ന പേരിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ കൊടുങ്ങല്ലൂർ NH ഹൈവേയുടെ അടുത്തായിട്ടാണ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ബ്രാഞ്ചിന് കീഴിലായി ഗ്രീൻ വാലി എന്ന പേരിൽ 10 വില്ലാസ് 3 BHK 4 BHK എന്നിവ നിർമ്മിക്കുന്നു. 5 സെന്റ് സ്ഥലത്ത് 1409 സ്ക്വയർ ഫീറ്റ് മുതൽ 1713 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വില്ലാസിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 500 മീറ്റർ അകലത്തിൽ മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിൽ അനുദിനം വളരുന്ന മെട്രോ സിറ്റി. ഇനി നമുക്ക് കൊച്ചി നഗരത്തിലെ പ്രൊജക്ടുകളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലെ പിറവം ബ്രാഞ്ചിന് കീഴിലുള്ള എറണാകുളം കൂത്താട്ടുകുളം ഹൈവേയിൽ പേപ്പതി ജംഗ്ഷൻ അടുത്തായി ഏഴിപ്പുറം കുരിശിന് സമീപം 90.67 സെന്റ് സ്ഥലം സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ വില്ല പ്രൊജക്ടിനു വേണ്ടി വാങ്ങിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ വലിയൊരു വില്ല പ്രൊജക്ടിനു വേണ്ടി കുന്നത്തനാട് താലൂക്കിൽ കുന്നത്തനാട് വില്ലേജിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം മണിക്കക്കടവ് റോഡിൽ 2 ഏക്കർ 10 സെന്റ് സ്ഥലം സൊസൈറ്റി അടുത്തായി വാങ്ങിയിട്ടുണ്ട്. ഇൻഫോ പാർക്ക് പോലെയുള്ള IT പാർക്കുകൾ ഒട്ടനവധി സ്ഥാപനങ്ങളും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇനി നമുക്ക് തലസ്ഥാന നഗരിയായ ട്രിവാൻഡ്രത്തിലെ പ്രൊജക്ടുകളിലേക്ക് പോകാം.
തിരുവനന്തപുരം ബ്രാഞ്ചിന് കീഴിലായി നെടുമങ്ങാട് ടൗണിൽ നിന്നും 6 മീറ്റർ മാറി വഞ്ചുവം എന്ന സ്ഥലത്ത് 1 ഏക്കർ 50 സെന്റ് സ്ഥലം വില്ല പ്രൊജക്ടിനു വേണ്ടി BLM സൊസൈറ്റി വാങ്ങിയിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ISRO വലിയ മലയിൽ നിന്ന് 3 കിലോമീറ്റർ അകലത്തിലാണ്. തിരുവനന്തപുരം ബ്രാഞ്ചിന് കീഴിലുള്ള രണ്ടാമത്തെ പ്രൊജക്ടാണ് കാര്യവട്ടം NNCT സ്റ്റേഡിയത്തിന് പുറകിലായി 800 മീറ്റർ അകലത്തിൽ 45 സെന്റ് സ്ഥലം. ഈ പ്രോപ്പർട്ടി കഴക്കൂട്ടത്തു നിന്നും 1 കിലോമീറ്റർ അകലെയായാണ് സ്ഥിതി ചെയ്യുന്നത്. മയ്യഴിയുടെ തീരങ്ങൾ പോണ്ടിച്ചേരിയിൽ ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമായ മാഹി. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയുടെ കീഴിലുള്ള മാഹി ബ്രാഞ്ച് BLM ബ്രാഞ്ചുകളിൽ ഒന്നാമതായി നിലകൊള്ളുന്നു. അതുപോലെ തന്നെ മെമ്പർമാരുടെ കാര്യത്തിലും മാഹി യൂണിയൻ ടെറിട്ടറിയുടെ ഏറ്റവും കൂടുതൽ മെമ്പർമാരുള്ള സൊസൈറ്റിയാണ് BLM സൊസൈറ്റി. അതുപോലെ 2 BLM ടവേഴ്സ് നിലവിലുണ്ട്. ഒന്ന് മാഹി ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ 3000 സ്ക്വയർ ഫീറ്റ് BLM ടവർ. അതുപോലെ തന്നെ പള്ളൂർ ഇരട്ടപ്പിലാക്കൂൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന 4500 സ്ക്വയർ ഫീറ്റ് BLM ടവർ. മാഹി ബ്രാഞ്ചിന് കീഴിലായി 2 വില്ല പ്രൊജക്ടുകൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് സ്റ്റാർ ഹോംസ് എന്ന പേരിൽ പന്തക്കൽ കേന്ദ്രീയ വിദ്യാലയത്തിന് പിന്നിലായി ഒരു വില്ല പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ചാലക്കര വജ്ര ഹോംസ് എന്ന പേരിൽ ഒരു വില്ല പ്രൊജക്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൂന്നാമത്തേത് മാഹി ഗവൺമെന്റ് കോളേജിനടുത്തായും പോളിടെക്നിക്കിനടുത്തായും 1 ഏക്കർ 16 സെന്റിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മാഹിയിലെ ഏറ്റവും വലിയ പ്രൊജക്ട് എന്നാണ് ഇതറിയപ്പെടുന്നത്. മാഹിയിൽ 45 ലക്ഷം മുതലാണ് വില്ലകളുടെ വില നിശ്ചയിക്കുന്നത്. അതിന്റെ ബുക്കിംഗും ആരംഭിച്ചിട്ടുണ്ട്. BLMന്റെ സ്വപ്ന പദ്ധതികൾ ഇവിടെ അവസാനിക്കുന്നില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത എപ്പിസോഡിൽ BLMന്റെ 2000-ഓളം ചെറുകിട വ്യവസായ പദ്ധതികളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ മേഘ, ഐ ആം സൈനിങ് ഓഫ്.